നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കേരളത്തിലെ റേഷൻ കടകൾ മുഴുവൻ അടുത്ത തിങ്കളാഴ്ചയോടുകൂടി അടച്ചിടുകയാണ്. അനിശ്ചിതകാലമായിട്ടാണ് അത് അടച്ചിടുന്നത്. സാധാരണക്കാരായ ഒരുപാട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്ന ഈ കാര്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായി നോക്കുന്നതിന് മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മതരാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ് ലഭിക്കേണ്ട സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമാണ് ഈ വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, പല ആളുകളും പഴയ വീഡിയോസ് കണ്ട് ആനുകൂല്യങ്ങൾ ഇപ്പോൾ നിലവിലുണ്ടോ അല്ലെങ്കിൽ ഞങ്ങൾ അറിഞ്ഞില്ല, അങ്ങനെ പല കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ പറയാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഗവൺമെൻറ് സേവനങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നിർബന്ധമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. റേഷൻ വ്യാപാരികൾ ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അവർ സമരമായി മുമ്പോട്ട് പോകുന്നത്. അടുത്ത തിങ്കളാഴ്ചയോട് കൂടിയാണ് അവർ സമരമായി കടകൾ അനിശ്ചിതകാലത്തേക്ക് അടച്ചിടുന്നത്. നമുക്കറിയാം, നമ്മുടെ നാടുകളിൽ ഏറ്റവും പാവങ്ങൾ ആശ്രയിക്കുന്ന സ്ഥാപനമാണ് നമ്മുടെ റേഷൻ കടകൾ. 4 രൂപത്തിലുള്ള റേഷൻ കാർഡുകൾ വഴി നമുക്ക് ഓരോ കുടുംബത്തിനും ആവശ്യമുള്ള അരി, ഗോതമ്പ്, മണ്ണെണ്ണ, പഞ്ചസാര, അങ്ങനെ ഓരോ കുടുംബത്തിനും ആവശ്യമുള്ള സാധനങ്ങൾ എല്ലാ മാസവും വാങ്ങുന്ന ആളുകളാണ് മലയാളികൾ. ഇതിൽ റേഷൻ കടകളിൽ ചുവപ്പ്, മഞ്ഞ കാർഡുള്ള ആളുകൾ, എല്ലാ ആളുകളും എല്ലാ മാസവും ഈ ഒരു സാധനങ്ങൾ മാത്രമാണ് ജീവിച്ചു പോരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ സമരം ഒരുപാട് പാവപ്പെട്ട ആളുകളെ ബാധിക്കുന്ന ഉറപ്പാണ്. വ്യാപാരികളുടെ ആവശ്യം ന്യായമാണെങ്കിലും അല്ലെങ്കിൽ സർക്കാരിൻ്റെ ആവശ്യം ന്യായമാണെങ്കിലും എന്തുകൊണ്ടായാലും പാവപ്പെട്ട ജനങ്ങളാണ് ഇതുകൊണ്ട് ബുദ്ധിമുട്ടാകുന്നത്. യഥാസമയം അവരുടെ ആവശ്യങ്ങൾ അവർ നിറവേറ്റാൻ വേണ്ടി സമരം നടത്തുമ്പോഴും പാവപ്പെട്ട ഒരുപാട് ആളുകൾ ഇതിന് ബലിയാടാകുന്നുണ്ട്. ഈ മാസത്തെ റേഷൻ സാധനം വാങ്ങാത്ത ആളുകളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇന്നോ അല്ലെങ്കിൽ തിങ്കളാഴ്ച കടയടപ്പ് സമരം തുടങ്ങുകയാണെങ്കിലും ചിലപ്പോൾ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും സമരം തുടങ്ങുകയെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത്. ഇന്ന് മാക്സിമം ആളുകൾ ഇന്നത്തെ സാധനം വാങ്ങാൻ ശ്രമിക്കുക, ഈ മാസത്തെ സാധനം വാങ്ങാൻ ശ്രമിക്കുക. അല്ലാത്ത പക്ഷം ഈ ഒരു മാസത്തെ സാധനങ്ങൾ അവർക്ക് നഷ്ടപ്പെടും. അടുത്ത ഫെബ്രുവരി കൂടി കടയടപ്പ് സമരം തുടരുകയാണെങ്കിൽ ഫെബ്രുവരിയിലെ സാധനങ്ങളും വാങ്ങാനും ജനങ്ങൾ ബുദ്ധിമുട്ടാകും. ഏതായാലും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വരും വീഡിയോയിൽ തന്നെ നമ്മൾ പറയുന്നതാണ്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ 4 രൂപത്തിലുള്ള റേഷൻ കാർഡുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. മഞ്ഞ, ചുവപ്പ്, നീല, വെള്ള റേഷൻ കാർഡുകളാണ്. അതിൽ മഞ്ഞ റേഷൻ കാർഡിന് ഓരോ കാർഡിനും 30 കിലോ അരിയും മറ്റു സാധനങ്ങളുമാണ് ലഭിക്കുന്നത്. ചുവപ്പ് റേഷൻ കാർഡിനാകട്ടെ ഓരോ വ്യക്തികൾക്കും 5 കിലോ അരിയും അല്ലെങ്കിൽ ഗോതമ്പ് വഴിയാണ് സാധനം ലഭിക്കുന്നത്. വെള്ള, നീല കാർഡുകൾക്ക് സ്റ്റോക്ക് അനുസരിച്ചും സാധനങ്ങൾ ലഭിക്കുന്നുണ്ട്. ഇതിൽ കൂടുതൽ പേരും വാങ്ങുന്ന റേഷൻ കാർഡാണ് മഞ്ഞ, ചുവപ്പ് റേഷൻ കാർഡുള്ള ആളുകൾ. അങ്ങനെയുള്ള ആളുകൾ തന്നെ ഇപ്പോൾ ഒരുപാട് സർക്കാരിൻ്റെ ഓരോ പുതിയ പദ്ധതി അനുസരിച്ച് അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഓരോ പുതിയ നിർദ്ദേശം അനുസരിച്ച് അവർ വെള്ളയിലേക്ക് മാറുന്നുണ്ട്. വീട്ടിൽ വാഹനമുണ്ടെങ്കിൽ, 4 ചക്ര വാഹനമുണ്ടെങ്കിൽ അവർക്ക് വെള്ള റേഷൻ കാർഡാണ് ലഭിക്കുക. 1000 സ്ക്വയർ ഫീറ്റ് മേലെ വീട്ടിൽ താമസിക്കുന്ന ആളുകളാണെങ്കിലും അവരെ കാർഡ് വെള്ളയിലേക്ക് മാറുന്നുണ്ട്. അതുപോലെ തന്നെയാണ് കുടുംബത്തിന് ഒന്നാകെ 1 ഏക്കറിന് മേലെ ഭൂമി ഉണ്ടെങ്കിലും അവരുടെയും കാർഡ് വെള്ളയിലേക്ക് മാറുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട്, ചെറിയ കാര്യങ്ങൾ കൊണ്ട് വെള്ളയിലേക്ക് മാറി ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ഇപ്പോൾ തന്നെ ഒരു ബുദ്ധിമുട്ടിലായിരിക്കുകയാണ്. ഇതെല്ലാം സർക്കാർ പരിഹരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും ഇപ്പോൾ ഓൺലൈൻ വഴിയാണ് സമർപ്പിക്കേണ്ടത്. പുതിയ ആളുകളെ റേഷൻ കാർഡിലേക്ക് ചേർത്തൽ, നിലവിലുള്ള ആളെ റേഷൻ കാർഡിൽ നിന്ന് വെട്ടൽ, മരണപ്പെട്ടു പോയ ആളുടെ പേര് ഒഴിവാക്കൽ, ഓണർഷിപ്പ് മാറ്റൽ, കാർഡിലെ അംഗങ്ങളുടെ പേര് തിരുത്തൽ, ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യൽ, അങ്ങനെയുള്ള റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഓൺലൈൻ വഴിയാണ് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കട അടച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് റേഷൻ സംഭവമായുള്ള സാധനങ്ങൾ നമുക്ക് ഓൺലൈൻ വഴി ചെയ്യാൻ സാധിക്കും. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.